ആശംസിക്കുക. ഇവിടെ കിട്ടിയതിനേക്കാൾ വലിയ കസേരകൾ സന്ദീപിന് കിട്ടട്ടെ. സന്ദീപ് വാര്യര് തെരഞ്ഞെടുത്ത ദിവസം, കോൺഗ്രസിൽ ചേരാൻ തെരഞ്ഞെടുത്ത ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. വി.ഡി. സതീശൻ ശ്രീനിവാസന്റെയും സഞ്ജിത്തിന്റെയും കൊലയാളികളുടെ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് സന്ദീപിനെ കോൺഗ്രസിൽ ചേർത്തത്. പാലക്കാട്ടെ വോട്ടർമാർക്ക് അത് ശരിയായ നിലയിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബലിദാനികളുടെ സുഹൃത്തുക്കളെ, പരിഹാസം, പരിപൂർണമായിട്ടുള്ള പരിഹാസം എന്നല്ലാതെ കെ സുരേന്ദ്രന്റെ കയ്യിൽ വേറെ ഇനി ആയുധങ്ങളൊന്നുമില്ല. കെ സുരേന്ദ്രന്റെ വർത്തമാനം കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. കെ സുരേന്ദ്രന്റെ വർത്തമാനം കേട്ടതിന് ശേഷം നിങ്ങൾ നമ്മുടെ സന്ദീപ് വാര്യരുടെ വർത്തമാനം കേൾക്കണം. രണ്ടുപേരും പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ആളുകളല്ല. കാരണം ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് ഏറെക്കാലമായിട്ട് ചാണകത്തിലായിരുന്നു. ഇപ്പൊ ചാണകത്തിന്റെ ടീമിലേക്ക്, അതായത് കോൺഗ്രസിലേക്ക് കയറി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതിൽ വലിയ പ്രാധാന്യമൊന്നും ഞാൻ കരുതുന്നില്ല. അയാൾ ഉള്ളിലുണ്ടായിരുന്ന ഇത്ര കാലത്തെ ചാണക മനസ്സിന്, ആ ഒരു സംഖ്യ മനസ്സിന്, തീവ്ര ഇടതുപക്ഷ വിരോധത്തിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിരിക്കാനുള്ള സാധ്യത ഒന്നും ഞാൻ കാണുന്നില്ല. എന്നാലും സുരേന്ദ്രൻ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഇദ്ദേഹത്തിന് വർത്തമാനം കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാവും. എന്തിനായിരുന്നു സന്ദീപ് വാര്യർ നമ്മുടെ കോൺഗ്രസിലേക്ക് ചാടിയത്? എന്തായിരുന്നു BJP? കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഞാനിതിലൊന്നും പറയില്ല, നിങ്ങൾ തന്നെ കമ്പോട് കമ്പ് എന്ന് പറഞ്ഞ പോലെ ഇവരെ വാക്കുകളൊന്ന് കൃത്യമായിട്ട് കേട്ടിരുന്നാൽ മാത്രം മതി. അതുകൊണ്ടാണ് പറയുന്നത്, എന്താണ് BJP എന്ന് അറിയണമെങ്കിൽ ഇവരിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാകും. ഒന്ന് കേട്ടോക്കാം. ആശംസിക്കുക. കിട്ടിയതിനേക്കാൾ വലിയ കസേരകൾ സന്ദീപിന് BJP എന്തോ വലിയ കസേരൊന്നും കിട്ടിയിട്ടില്ല. ചാനക്കടത്തേക്ക് പോയിട്ട് തെരഞ്ഞെടുത്ത ദിവസം, കോൺഗ്രസിൽ ചേരാൻ തെരഞ്ഞെടുത്ത ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. വി.ഡി. സതീശൻ ശ്രീനിവാസന്റെയും സഞ്ജിത്തിന്റെയും കൊലയാളികളുടെ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് സന്ദീപിനെ കോൺഗ്രസിൽ ചേർത്തത്. പാലക്കാട്ടെ വോട്ടർമാർക്ക് അത് ശരിയായ നിലയിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബലിദാനികളുടെ കാര്യത്തിൽ അവരെ വഞ്ചിക്കുന്ന സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതൊരു തിരക്കഥയാണ്, അപ്രസക്തമായിട്ടുള്ള ഒരു തിരക്കഥയാണ്. ഈ തെരഞ്ഞെടുപ്പിലോ കേരളത്തിൽ BJPക്ക് അകത്തോ ഇതൊരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾ എന്റെ വാക്കുകൾ കോൺഗ്രസിന് വലിയ ഗുണം ഉറപ്പിച്ചെഴുതിക്കോളൂ. ഈ കോൺഗ്രസ് പ്രവേശനം ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല. സന്ദീപിനെതിരെ നേരത്തെയും പാർട്ടി നടപടിയെടുത്തതാണ്. ആ നടപടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുകൊണ്ടൊന്നും ആയിരുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ നടപടിയുടെ കാരണങ്ങൾ അന്ന് പുറത്തു പറയാതിരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി പുലർത്തേണ്ട, സാമാന്യമായി പാലിക്കേണ്ട മര്യാദയുടെ പേരിൽ മാത്രമാണ്. അതുകൊണ്ട് വി.ഡി. സതീശനും സുധാകരനും ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആയിക്കോട്ടെന്ന് സന്ദീപ് വാര്യർ ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. സന്ദീപ് വാര്യരെ മുറുകെ പിടിക്കാൻ ഞാൻ സുധാകരനോടും. എന്തായാലും ഈ പരിഹാസത്തിനിടയ്ക്ക് പറയുന്നത്, ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിനാണ് BJPയിൽ നിന്ന് ഇദ്ദേഹത്തിന് ഇടക്കാലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നതിന് ഇനിയിപ്പോ സന്ദീപ് വാര്യർ പറയുന്ന ഡയലോഗ് കൂടി കേട്ട് കഴിഞ്ഞാലാണ് കൃത്യമായിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ദൃശ്യമുണ്ട്. ഗംഭീരമായ ദൃശ്യമാണ്. ഒരു സ്ഥലത്ത് നമ്മുടെ വി.ഡി. സതീശൻ ഇരിക്കുന്നു, തൊട്ടപ്പുറത്ത് നമ്മുടെ സുധാകരൻ, എപ്പോ ആണെങ്കിലും BJPക്ക് പോകുമെന്ന് പറയുന്ന സുധാകരൻ ഇരിക്കുന്നു. മറ്റേ ശാഖയ്ക്ക് കാവൽ നൽകാം. ഇപ്പുറത്ത് നമ്മൾ സന്ദീപ് വാര്യർ ഇരിക്കുന്നു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒന്നാമന് RSSന്റെ ഗുരുജി ഗോൾവാക്കർ ചിത്രത്തിന് വിളക്ക് തെളിയിച്ച് സംഘപരിവാര പരിപാടിയിലെ മുഖ്യ പ്രഭാഷകനായിട്ടുള്ള ഒരാളാണ്, അത് നമ്മുടെ സന്ദീപ് വാര്യരാണ്. രണ്ടാമന് അത് നമ്മുടെ വി.ഡി. സതീശനാണ്. രണ്ടാമന് RSS ശാഖയ്ക്ക് കാവൽ നിന്ന മനുഷ്യനാണ്, അത് നമ്മുടെ സുധാകരനാണ്.
മൂന്നാമൻ ഇപ്പൊ ശാഖയിൽ നിന്ന് ഇറങ്ങി വന്ന ആളാണ്. കിടു കോംബോയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 3 RSSകാർ അങ്ങനെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. എന്തായാലും എന്തിനാണ് നമ്മുടെ BJP-യിൽ നിന്ന് ഇറങ്ങി വന്നത്, അല്ലെങ്കിൽ എന്തിന്റെ കാര്യത്തിലാണ് നമ്മുടെ സന്ദീപ് വാര്യരെ BJP-യിൽ നിന്ന് കുറച്ച് ഇടക്കാലത്തൊന്ന് മാറ്റി നിർത്തിയത്, ഇനി ഒരു പരിപാടിക്കും പോലും അടങ്ങിയിരുന്നോളാം എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായത് എന്നതിനെ കുറിച്ച് സന്ദീപ് വാര്യർക്ക് തന്നെ പറയാനുണ്ട്. അതൊന്ന് കൃത്യമായിട്ട് കേട്ടാക്കാം. സുരേന്ദ്രൻ എന്തായാലും പറഞ്ഞിട്ടില്ല. സുരേന്ദ്രൻ എന്തോ രാഷ്ട്രീയ മര്യാദ കൊണ്ട് പറയുന്നില്ല. രാഷ്ട്രീയ മര്യാദ ഒന്നല്ല, സംഗതി എന്താ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതെന്തായാലും എന്താണ് സന്ദീപ് വാര്യർക്ക് പറയാനുള്ളതെന്ന് കേൾക്കണ്ടേ? ഒന്ന് കേട്ടോക്കെ. കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ. മാധ്യമ ചർച്ചകൾക്ക് പോകണ്ട, സന്ദീപിന് പങ്കെടുക്കരുത് എന്ന് നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ. ജനിച്ചു വളർന്ന ജീവിച്ച് വളർന്ന എന്റെ സാമൂഹ്യ പരിസരത്ത് എനിക്കുള്ള സൗഹൃദങ്ങൾ, എനിക്കുള്ള ബന്ധങ്ങൾ, അതിലെവിടെയും മതം തിരയാനോ അതിലെവിടെയെങ്കിലും കാലുഷ്യമുണ്ടാക്കാനോ ഒരു കാരണവശാലും എനിക്ക് താല്പര്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയട്ടെ എന്ന് സൂചിപ്പിച്ച് ഞാനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു വർഷം സംഘടനയിൽ നിന്ന് സംഘടനയുടെ കയ്യാലപ്പുറത്ത് തന്നെ നിർത്തുകയുണ്ടായി. അത്യന്തം ഹീനമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ അതിക്രമം തന്നെ ആ സമയത്ത് എനിക്ക് നേരിടേണ്ടി വന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സംഘടനയെ തള്ളിപ്പറയാൻ ഞാൻ തയ്യാറായിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ മാന്യമായ പ്രവർത്തനം എന്ന് വിചാരിക്കാം. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഈ 3 മതസ്ഥരാണ് പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിലുള്ളത്. ഇവർ തമ്മിൽ നിരന്തരം ഒരു പ്രശ്നം, ഒരു നിരന്തരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ അങ്ങനെ നിലനിർത്തുമ്പോഴാണ് അത് BJP-ക്ക് ഗുണമാവുന്നത്. അങ്ങനെ നിലനിന്ന് പോവേണ്ടതല്ല എന്നുള്ള ഒരു പോസ്റ്റ് ഇട്ടതിന്റെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യരെ ഒരു വർഷം സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയതെന്നാണ് ഇപ്പൊ സന്ദീപ് വാര്യർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ എത്രത്തോളം ഭീകരമാണ് ഈ BJP-ക്കാരുടെ മനസ്സ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. കാരണം സന്ദീപ് വാര്യരുടെ ആഗ്രഹം എല്ലാ മതസ്ഥരും ഒരുമിച്ച് പോകണം, വളരെ ഒരേ മനസ്സോടെ പോകണം എന്നാണെങ്കിൽ അതല്ല എന്നുള്ളതാണ് ആരുടെ ആഗ്രഹം? BJP-ക്കാരുടെ ആഗ്രഹം. സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ തന്നെ ആഗ്രഹിക്കുള്ളൂ. കാരണം എല്ലാവരും ഒരുമിച്ച് പോവുകയാണെങ്കിൽ പിന്നെ BJP-ക്ക് സ്ഥാനമില്ലല്ലോ. അപ്പൊ ആരെങ്കിലും ഒരാൾ ഹിന്ദുക്കൾക്കെതിരെ എന്തൊക്കെയോ പ്രശ്നം വരുന്നതെന്ന് നിരന്തരം പറയണം. എപ്പോഴും ഹിന്ദുക്കൾ ഒരു പ്രശ്നത്തിലാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പൊ പിന്നെ അത് പ്രശ്നമായിട്ട് മാറും. അപ്പൊ ആ ഒരു കൺഫ്യൂഷന്റെ ഭാഗമായിട്ട് ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് ഉള്ള ഇടങ്ങളൊക്കെ അവിടെയുള്ള ജനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും. ഇതാണ് BJP-യുടെ ലക്ഷ്യം. അതിൽ നിന്ന് രക്ഷ നേടി ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്നു എന്ന് പറയപ്പെടുന്ന ഈ ഒരു മനുഷ്യൻ ഇനി എങ്ങനെയാണ് കോൺഗ്രസിൽ പ്രവർത്തിക്കുക? ഈ പറയുന്ന പോലെ തന്നെ RSSകാർ ഇത്ര കാലം ശാഖയിലും മറ്റൊക്കെ പോയ, അല്ലെങ്കിൽ RSSകാർ വാക്കുകൾ കേട്ട, BJP-യുടെ വാക്ക് കേട്ട ഈ മനുഷ്യൻ ഇനി എന്തെങ്കിലും ചിന്താഗതിയിൽ തലച്ചോറിൽ വല്ല മാറ്റം ഉണ്ടാവുന്നൊക്കെ നമ്മൾ കണ്ടറിയുക തന്നെ വേണം. കാരണം നമ്മുടെ കോൺഗ്രസിലത്തെ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഏറെയും കുറഞ്ഞും BJP-യുടെ ഒരല്പ സ്നേഹമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ തീവ്രമായിട്ട് BJP-യെ എതിർക്കാത്ത ആൾക്കാരാണ്. ഈവൻ വയനാട്ടിന്റെ പ്രശ്നം തന്നെ വരുമ്പോൾ മോഡിയെയോ അല്ലെങ്കിൽ മോഡി പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയോ പാർട്ടിയോ രൂക്ഷമായിട്ട് എതിർക്കാനൊന്നും അത്ര വലിയ നട്ടലൊന്നും ഈ പറയുന്ന കോൺഗ്രസ്സുകാർ നടത്താറില്ല. അതെന്തായാലും ഇപ്പോൾ നമ്മുടെ സന്ദീപ് വാര്യർ നടത്താൻ പോകുന്നൊന്നുമില്ല. എന്തായാലും A ടീമും B ടീമും ആയതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമില്ലാതെ സംഗതി മുന്നോട്ട് പോകുന്നവരാണ്. ഇനി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുമ്പോൾ സ്വീകരിക്കാവോ? സുരേന്ദ്രനുള്ളടത്ത കാലം ഒരു പക വെച്ച് പുലർത്തി സ്വീകരിക്കില്ല എന്നൊക്കെ വിചാരിക്കാം. എന്തായാലും ഇതാണ് എനിക്ക് മനസ്സിലാവുന്ന പ്രശ്നം. ഇവർ നമ്മളെ പ്രശ്നം ഇതാണെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എന്തെന്ന് ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ബൈ.